നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ ആലോചിക്കും, രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്താലോ എന്ന്. എന്റെ മോളാണെന്ന് വിളിച്ചെന്ന് പറഞ്ഞാലോ എന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മോളെയും കൊണ്ട് വിദേശത്ത് എവിടെയെങ്കിലും പോയാലോ. അപ്പൊ പിന്നെ ഈ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ ഏട്ടത്തി. ഉള്ളതെല്ലാം വിട്ടുകൊടുത്ത് മോളെയും കൊണ്ട് പോകാനാണെങ്കിൽ അത് മതി. പക്ഷെ ഉള്ളതെല്ലാം മോൾക്ക് കൊടുക്കണമെങ്കിൽ അത് പോരാ. ഇവിടെയുള്ളവരെ അംഗീകരിക്കണം, നിയമം അംഗീകരിക്കണം. ശ്യാമയ്ക്കുള്ളതെല്ലാം അവൾക്കാണെന്ന് തീർപ്പുണ്ടാവണം. അത് വേണ്ടേ? അത് വേണം. വേറെ ആർക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? എല്ലാം എന്റെ മോൾക്കുള്ളതാ. അപ്പോ കുറച്ചുകൂടി ക്ഷമിക്ക്. ശരി. അപ്പോ ആദ്യം എടുക്കേണ്ട തീരുമാനം ഒരിക്കലും ആവേശം കാണിക്കില്ലെന്നും ഒരിക്കലും സത്യം വിളിച്ചു പറയില്ലെന്നോ. ഐശ്വര്യടുത്ത് ഈ കാറിലല്ലേ വന്നത്? ശബ്ദമൊന്നും കേട്ടില്ല. കാറിന് ചെറിയൊരു പണി വർക്ക്ഷോപ്പില. ഞാൻ നടന്നു വരുമെന്ന് രണ്ടാളും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഐശ്വര്യ ഭക്ഷണം കഴിക്കാനിരിക്കുന്നോ? വേണ്ട, നിങ്ങൾ സമാധാനായിട്ടിരുന്ന് കഴിക്ക്. അല്ല, അമൃതയെടുത്ത് എന്ത് രഹസ്യത്തിന്റെ കാര്യം പറഞ്ഞത്? രഹസ്യോ? നിങ്ങൾ പറഞ്ഞോണ്ടിരുന്ന കാര്യത്തെക്കുറിച്ചാ ഞാൻ ചോദിച്ചത്. അത് ശ്യാമയുടെ ഒരു മ്യൂസിക് പ്രോഗ്രാമിന്റെ കാര്യം. ബുക്ക് ചെയ്യാൻ വിളിച്ചവര് തൽക്കാലം ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇത്രയും സെലിബ്രിറ്റി ആയ ശ്യാമയുടെ പ്രോഗ്രാം രഹസ്യമാക്കി വെച്ച് ആരെങ്കിലും നടത്തുവോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് രണ്ടാളും സംസാരിച്ചത്. അല്ല, അതൊക്കെ ഐശ്വര്യടുത്തേക്ക് വെറുതെ തോന്നുന്നതാ. ഞങ്ങൾക്കിടയിൽ എന്ത് രഹസ്യം? ഒന്നുമില്ല ഏട്ടത്തി. സാരല്ല, എനിക്കൊരു കുഴപ്പമുണ്ട്. ഒരു കാര്യം പാതിയിൽ നിന്ന് കേട്ടാലേ അത് തുടക്കം മുതലേ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു പോവും. എന്ത് ചെയ്യാൻ? ശരി, നിങ്ങൾ കഴിക്ക്, ഞാനൊന്ന് കുളിക്കട്ടെ. കേട്ട് കാണോ? ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ സൂക്ഷിക്കണേട്ടത്തി. നമ്മുടെ മനസ്സിലുള്ളത് പോലും കേൾക്കും ഐശ്വര്യടുത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.